എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കോഴ്സിൻ്റെ പേര് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റംസ് ആൻഡ് SQL ലാബ് എന്നാണ്. ഇതൊരു ലാബ് കോഴ്സാണ്. കോഴ്സിൻ്റെ കോഡ് 3159 ആണ്. 5 hours ഒരു വീക്കിൽ വരുന്നത്. അതിൽ 4 hours ലാബ് സെഷൻ ആയിരിക്കും, 1 hour ലെക്ചർ സെഷൻ ആയിരിക്കും. ലെക്ചർ സെഷൻ ആവശ്യം വരുന്നത് നിങ്ങൾ ഈ സബ്ജക്റ്റ് ഇതിന് മുന്നേ പഠിച്ചിട്ടില്ല. അപ്പുറത്തെ ബ്രാഞ്ചാണെങ്കിൽ CT ബ്രാഞ്ചിലൊക്കെ ആണെങ്കിൽ ആദ്യം നിങ്ങൾ സബ്ജക്റ്റ് പഠിച്ചതിന് ശേഷമാണ് ലാബിലേക്ക് പോകുന്നത്. ഇവിടെ നിങ്ങൾ ഡയറക്റ്റ് ലാബിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് തിയറി സെഷൻസ് വേണ്ടി വരും. അപ്പോൾ നമ്മൾ ആദ്യത്തെ കുറച്ച് സെഷനിൽ ഇപ്പം ഉദ്ദേശിക്കുന്നത് തന്നെയാണ് ഈ ലാബിൻ്റെ ഇൻട്രൊഡക്ഷനും ഈ ലാബിന് ആവശ്യമായ ഏറ്റവും ബേസിക് ആയിട്ടുള്ള തിയറിയും ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ 1-2 ക്ലാസ് മൊത്തം തിയറി ഡിസ്കഷൻ ആയിരിക്കും. അതിന് ശേഷമേ നമ്മൾ പ്രാക്ടിക്കലിലേക്ക് പോവുള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത് എന്തിനാണ് ഡാറ്റാബേസ് സിസ്റ്റം, എന്താണ് ഡാറ്റാബേസ് സിസ്റ്റം, എന്തിനാണ് നമ്മൾ ഇത് പഠിക്കേണ്ടി വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. നീഡ് ഫോർ എ ഡാറ്റാബേസ് സിസ്റ്റം. എവറി പ്രോഗ്രാം ഡീൽസ് വിത്ത് ഡാറ്റ. നിങ്ങളിപ്പോൾ ഒരുപാട് പ്രോഗ്രാം എഴുതി, 1-2 ലാംഗ്വേജ് പഠിച്ചു, ഇപ്പോൾ ഒരു ലാംഗ്വേജ് പഠിച്ചുകൊണ്ടിരിക്കുന്നു പുതിയത്. ഈ ലാംഗ്വേജുകളൊക്കെ ആയിട്ട് നിങ്ങൾ ഒരുപാട് ചെറിയ ചെറിയ പ്രോഗ്രാംസ് എഴുതി. ഉദാഹരണത്തിന് 2 നമ്പർ ആഡ് ചെയ്യാനുള്ള പ്രോഗ്രാം എഴുതി, നമ്പേഴ്സിനെ സോർട്ട് ചെയ്യാനുള്ള പ്രോഗ്രാം എഴുതി, അങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ പ്രോഗ്രാംസ് എഴുതി. അപ്പോൾ എല്ലാ പ്രോഗ്രാം നിങ്ങൾ എഴുതുന്ന എല്ലാ പ്രോഗ്രാമിലും ഡാറ്റ എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഡാറ്റ പ്രോസസ്സിംഗ് ആണ്. ഡാറ്റേനെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെല്ലാം പ്രോഗ്രാംസ് എഴുതുന്നത്. നമ്മൾ എഴുതിയ പ്രോഗ്രാംസിലെല്ലാം വേരിയബിൾസ് ആർ യൂസ് ടു സ്റ്റോർ ഡാറ്റ വെൻ പ്രോഗ്രാം ഈസ് റണ്ണിങ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഇതുവരെ എഴുതിയ പ്രോഗ്രാമിലെല്ലാം പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ഡാറ്റേനെ ഹാൻഡിൽ ചെയ്യുന്നത്. അതായത് പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ഡാറ്റ അവിടെ ഉണ്ട്, ആ പ്രോഗ്രാം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡാറ്റ ഓട്ടോമാറ്റിക്കലി ഡിസ്കാർഡ് ആവും. ഇപ്പം 2 നമ്പർ എൻ്റർ ചെയ്യുമ്പം നിങ്ങൾ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു, പ്രോഗ്രാം അതിൻ്റെ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യുന്നു. പ്രോഗ്രാം ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ നമ്പറും ഔട്ട്പുട്ടും എല്ലാം മെമ്മറിയിൽ നിന്നും ഡിസ്കാർഡ് ആവും. ഇനി വീണ്ടും ഇതേ നമ്പറും ഇതേ ഔട്ട്പുട്ടും നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ വീണ്ടും നിങ്ങൾ ഡാറ്റ എൻ്റർ ചെയ്ത് കൊടുക്കണം, ഡാറ്റ പ്രോസസ്സ് ചെയ്ത് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യണം. ഇപ്പോൾ ഇതിൽ സ്റ്റോറേജ് എന്നുള്ള കൺസെപ്റ്റ് വരുന്നില്ല. ഫോർ പെർമനൻറ്റ് സ്റ്റോറേജ് ഡാറ്റ നീഡ് ടു ബി സേവ്ഡ് ഇൻ ടു സെക്കൻഡറി സ്റ്റോറേജ്. ഒരു പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ആ പ്രോഗ്രാം ഡീൽ ചെയ്യുന്ന ഡാറ്റയെല്ലാം പ്രൈമറി സ്റ്റോറേജിൽ അല്ലെങ്കിൽ റാമിലാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങളൊരു ക്യാമ്പസ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ എഴുതുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ക്യാമ്പസ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയറിൽ നിങ്ങൾ സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് പ്രോഗ്രാമിൽ എൻ്റർ ചെയ്യേണ്ടി വരും, ലെക്ചേഴ്സിൻ്റെ ഡീറ്റെയിൽസ്, സബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രോഗ്രാമിൽ എൻ്റർ ചെയ്യേണ്ടി വരും. എൻ്റർ ചെയ്തതിന് ശേഷം ഇത് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കുകയും പിന്നീട് ഒരിക്കൽ ഈ എൻ്റർ ചെയ്ത കാര്യങ്ങൾ സെർച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുകയോ കാണുകയോ ഒക്കെ ചെയ്യേണ്ടി വരും. നമ്മൾ ഇതുവരെ ഫോളോ ചെയ്ത് വന്ന മെത്തേഡാണെങ്കിൽ നമുക്ക് ഒരു പ്രോഗ്രാം എഴുതാൻ പറ്റും. പ്രോഗ്രാം എഴുതിയിട്ട് അതിലേക്ക് ഡാറ്റ എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റും. എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം അത് എവിടെയെങ്കിലും ഒരു അറേയിലോ അല്ലെങ്കിൽ സ്ട്രക്ചറോ പോലെയുള്ള ഏതെങ്കിലും ഒരു ഡാറ്റ സ്ട്രക്ചർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ ഡാറ്റ സ്ട്രക്ചറിൽ പ്രൈമറി മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പം നിങ്ങൾക്ക് ആ സ്റ്റോർ ചെയ്ത് വെച്ച ഡാറ്റയെ സെർച്ച് ചെയ്യാനും മോഡിഫൈ ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും എല്ലാം പറ്റും. പക്ഷേ പ്രോഗ്രാം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്ത എല്ലാ വാല്യൂം ഡിസ്ട്രോയ് ആയിപ്പോകും. അപ്പോൾ വീണ്ടും സെയിം ഡാറ്റ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോഗ്രാം റൺ ചെയ്ത് വീണ്ടും ഡാറ്റ എൻ്റർ ചെയ്യണം. ഇപ്പോൾ സോർട്ടിംഗ് ഒക്കെ നിങ്ങൾക്കറിയാം, നിങ്ങൾ സോർട്ട് ചെയ്യേണ്ടി വരുമ്പോൾ 10 നമ്പേഴ്സാണ് കൊടുക്കുന്നത്. അപ്പോൾ 10 നമ്പേഴ്സ് കൊടുക്കുമ്പോൾ സെയിം നമ്പർ ആണെങ്കിൽ കൂടെ ഓരോ തവണ റൺ ചെയ്യുമ്പോഴും നിങ്ങൾ വീണ്ടും എൻ്റർ ചെയ്ത് കൊടുക്കണം ഇൻപുട്ട്. അപ്പോൾ പെർമനൻ്റ് ആയിട്ട് ഈ ഡാറ്റ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെക്കൻഡറി സ്റ്റോറേജിലേക്ക് സേവ് ചെയ്തേ പറ്റുള്ളൂ. ഇപ്പോൾ സെക്കൻഡറി സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന സ്റ്റോറേജ് മെക്കാനിസമാണ് ഫയൽ സിസ്റ്റം, ഫയൽസ്. അപ്പോൾ വി മേ യൂസ് ഫയൽ സിസ്റ്റം ഫോർ പെർമനൻറ്റ് സ്റ്റോറേജ്. അപ്പോൾ ഇങ്ങനെ ഫയൽസിൽ നമ്മുടെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന മോഡൽ നമ്മൾ ഫ്ലാറ്റ് ഫയൽ മോഡൽ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് റിലേറ്റഡ് ഡാറ്റേനെ എല്ലാം കൂടെ ഒരു ഫോൾഡറിൻ്റെ ഉള്ളിലിടും. എന്നിട്ട് ആ ഫോൾഡറിൻ്റെ ഉള്ളിൽ യൂസ് ഡിഫറെൻറ്റ് ഫയൽസ് ഫോർ സ്റ്റോറിങ് ഡാറ്റ അബൌട്ട് ഇൻഡിവിജ്വൽ ഐറ്റംസ്. അപ്പോൾ ഈച്ച് ഫയൽ റെപ്രസെൻറ്റ് 1 എൻറ്റിറ്റി. ഇപ്പോൾ നിങ്ങൾ സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് ആണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ ഓരോ സ്റ്റുഡൻറ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ഫയൽ. ഇപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ് സേവ് ചെയ്യുന്നത് വിചാരിക്കുക. ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. നിങ്ങൾ ഉദാഹരണത്തിന് സ്റ്റുഡൻസിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ് സേവ് ചെയ്യുന്നതെങ്കിൽ ഓരോ ഫയലിനും ഓരോ സ്റ്റുഡൻറ്റിൻ്റെ പേര് കൊടുക്കുക. എന്നിട്ട് ആ ഓരോ ഫയലിലും ആ സ്റ്റുഡൻറ്റിൻ്റെ ഓരോ ഡാറ്റ 1 by 1 ആയിട്ട് ഓരോ ലൈനിൽ എൻ്റർ ചെയ്യുക, എന്നിട്ട് സേവ് ചെയ്യുക.
ഇനി ഒരു ക്ലാസ്സിലെ സ്റ്റുഡൻസിനെല്ലാം കൂടെ ആ ക്ലാസ്സിൻ്റെ പേരിലൊരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് ആ ഫോൾഡറിൽ ഇടുക. ഇനി വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ യൂസ് വൺ ഫയൽ ടു സ്റ്റോർ ഡാറ്റ അബൌട്ട് റിലേറ്റഡ് ഐറ്റംസ്. ഈച്ച് ലൈൻ റെപ്രസെൻറ്റ്സ് വൺ എൻട്രി ആൻഡ് ഫീൽഡ്സ് ആർ സെപ്പറേറ്റഡ് ബൈ കോമ ഓർ സ്പേസസ്. അപ്പോൾ ഓരോ സ്റ്റുഡൻറ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ സെപ്പറേറ്റ് ഫയൽ യൂസ് ചെയ്യുന്നതിന് പകരം സ്റ്റുഡൻസ് എന്ന് പറഞ്ഞൊരു കോമൺ ഫയൽ ഉണ്ടാക്കുക. എന്നിട്ട് ആ ഫയലിലെ ഓരോ ലൈനിലും ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡാറ്റ എൻ്റർ ചെയ്യുക. അതായത് ആദ്യത്തെ ഓരോ ലൈനിലും ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ആ സ്റ്റുഡൻറ്റിൻ്റെ നെയിം ആയിരിക്കും. അതിനുശേഷം ഒരു കോമ ഇട്ടതിന് ശേഷം വരുന്നത് ആ സ്റ്റുഡൻറ്റിൻ്റെ റോൾ നമ്പർ ആയിരിക്കും. അതിനുശേഷം കോമ ഇട്ട് വരുന്നത് ആ സ്റ്റുഡൻറ്റിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കും. ഇങ്ങനെ അപ്പോൾ ആ ലൈൻ എൻ്റർ ആകുമ്പോൾ ആ സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് കഴിഞ്ഞു. അടുത്ത ലൈനിലേക്ക് പോകുമ്പം അടുത്ത സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്യാം ഫയൽ സിസ്റ്റം വരുമ്പോൾ. ഈ ഫയൽ സിസ്റ്റം ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയൊരു ഫയൽ സിസ്റ്റം സ്റ്റോറേജിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ വരുന്ന കുറേ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഓരോന്നായി നോക്കിയാൽ ആദ്യത്തേത് പ്രോഗ്രാം ആൻഡ് ഡാറ്റ വിൽ ബി ക്ലോസ്ലി ടൈഡ്. അപ്പം നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം ഡാറ്റയെ പ്രോസസ്സ് ചെയ്യുക എന്നുള്ളത്, ഡാറ്റേനെ മാനേജ് ചെയ്യുന്നതാണ് മെയിൻ ഉദ്ദേശം. അപ്പോൾ ഈ ഡാറ്റയും പ്രോഗ്രാമിനെയും നമുക്ക് സെപ്പറേറ്റ് ആക്കി വെക്കാൻ പറ്റില്ല. അപ്പം നിങ്ങൾ ഫയലിൻ്റെ പേരെന്താണ് യൂസ് ചെയ്യുന്നത്, ഫയലിൻ്റെ സ്ട്രക്ചർ എന്താണ്, ഇപ്പം സെപ്പറേറ്റ് ഫയൽസ് ആണോ യൂസ് ചെയ്യുന്നത്, അത് ഒരു ഫയലിൽ തന്നെയാണോ എല്ലാ ഡീറ്റെയിൽസും എൻ്റർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പ്രോഗ്രാമിൽ എക്സ്പ്ലിസിറ്റ് ആയിട്ട് കോഡ് ചെയ്യേണ്ടി വരും. ഇനി ഏതെങ്കിലും ഒരു കാലത്ത് ഈ ഫയലിൻ്റെ സ്ട്രക്ചർ മാറ്റണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രോഗ്രാമിൻ്റെ സോഴ്സ് കോഡിൽ പോയിട്ട് സോഴ്സ് കോഡ് ചേഞ്ച് ചെയ്യേണ്ടി വരും, പ്രോഗ്രാമിനെ കംപ്ലീറ്റ് ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ പ്രോഗ്രാമിനും ഡാറ്റേനും തമ്മിൽ ഇൻഡിപെൻഡൻ്റ് ആക്കി വെക്കാൻ പറ്റില്ല. ഇത് രണ്ടും ഇപ്പോഴും ഒരുമിച്ചായിരിക്കും ഇരിക്കുക. അങ്ങനെ വരുമ്പോൾ വരുന്ന മെയിൻ പ്രശ്നം മോർ ടൈം മേ ഹാവ് ടു ബി സ്പെൻഡ് ഓൺ മാനേജിങ് ഡാറ്റ ഇൻസ്റ്റെഡ് കോൺസെൻട്രേറ്റിംഗ് ഓൺ സോൾവിങ് ദി ആക്ച്വൽ പ്രോബ്ലം ഇൻ ഹാൻഡ്. നമ്മുടെ കയ്യിലുള്ള പ്രോഗ്രാമിൻ്റെ ലോജിക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിന് പകരം ഈ ഡാറ്റ എങ്ങനെ മാനേജ് ചെയ്യാം എന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരുപാട് സമയം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും. അടുത്തൊരു പ്രശ്നം എൻഷുറിങ് ഡാറ്റ ഇൻറ്റഗ്രിറ്റി ഹാവ് ടു ബി ഡൺ ഇൻ പ്രോഗ്രാം ഇറ്റ് സെൽഫ്. ഡാറ്റ ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ വാലിഡിറ്റി ഓഫ് ഡാറ്റ. നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡാറ്റ കറക്റ്റാണോ, നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിച്ചു, അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്തിൽ വരുന്ന ഫോർമാറ്റ് കറക്റ്റ് ആണോ. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുമ്പോൾ കുട്ടികൾക്ക് എന്ത് വേണമെങ്കിലും എൻ്റർ ചെയ്യാം, അല്ലെങ്കിൽ എൻ്റർ ചെയ്യുന്ന യൂസർക്ക് എന്ത് വേണമെങ്കിലും എൻ്റർ ചെയ്യാം. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ സ്ഥാനത്ത് നെയിമാണോ അവർ എൻ്റർ ചെയ്യുന്നത്, അങ്ങനെയാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. ഏജ് എന്നുള്ളിടത്ത് ഒരിക്കലും ഒരു പേര് എൻ്റർ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ആവാൻ പാടില്ല, അല്ലെങ്കിൽ ഏജ് എന്നുള്ളത് ഒരു 150 200 പോലുള്ള വലിയൊരു വാല്യൂ ആവാൻ പാടില്ല. ഇങ്ങനത്തെ കുറേ ചെക്സാണ് ഡാറ്റ ഇൻറ്റഗ്രിറ്റി ചെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഡാറ്റ ഇൻറ്റഗ്രിറ്റി ചെക്ക് ചെയ്യണമെങ്കിൽ അതിനെ ഫയൽ സിസ്റ്റമാണ് നമ്മൾ സ്റ്റോറേജിന് ഉപയോഗിക്കുന്നത്. ഫയൽ സിസ്റ്റത്തിൽ ഡിഫോൾട്ടായിട്ട് അതിന് വേണ്ടിയുള്ള മെക്കാനിസംസ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി പ്രോഗ്രാമിൽ കോഡ് എഴുതേണ്ടി വരും. ഇവിടെയാണ് പ്രോഗ്രാം ആൻഡ് ഡാറ്റ വിൽ ബി ക്ലോസ്ലി ടൈഡ്, അതിൽ റിലേറ്റഡ് ആണ്. ഇനി അടുത്ത് വരുന്നത് റിഡൻഡൻസി ആൻഡ് കൺസിസ്റ്റൻസി. റിഡൻഡൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ ഡാറ്റ സേവ് ചെയ്യുമ്പം ഈ ഡാറ്റ ഓൾറെഡി നമ്മൾ സേവ് ചെയ്തതാണോ എന്ന് ചെക്ക് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല ഇപ്പോൾ ഓഫീസിലും സ്റ്റുഡൻസിന് ഡീറ്റെയിൽസ് വേണം, ടീച്ചേഴ്സിനും സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് വേണം. ഇവർക്ക് രണ്ടുപേർക്കും സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് വേണം. ഇവർ രണ്ടും സ്റ്റുഡൻറ്റിൻ്റെ ഡാറ്റേനെ മോഡിഫൈ ചെയ്യുന്നതും അല്ലെങ്കിൽ ആഡ് ചെയ്യുന്നതുമായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് കോപ്പീസ് കൊടുക്കണോ അതോ സെയിം കോപ്പി കൊടുക്കണോ? സെയിം കോപ്പി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫീസ് സ്റ്റാഫിന് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ ഓഫീസ് സ്റ്റാഫിന് കാണേണ്ടി വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ പറ്റില്ല. അതേപോലെ ഓഫീസ് സ്റ്റാഫിൻ്റെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ടീച്ചേഴ്സിന് ചിലപ്പോൾ ആവശ്യമായിട്ട് വരില്ല ഡാറ്റയിൽ, അപ്പോൾ അത് ഒഴിവാക്കാൻ പറ്റില്ല. ഇനി ഇവർക്ക് രണ്ടുപേർക്കും സെപ്പറേറ്റ് കോപ്പി കൊടുത്തു കഴിഞ്ഞാൽ ഒരാൾ അവിടെ ചേഞ്ച് വരുത്തുമ്പം ആ ചേഞ്ച് അതേപടി ടീച്ചേഴ്സിന് കയ്യിലുള്ള ഡാറ്റയിലും റിഫ്ലക്റ്റ് ആവണം. അതായത് സ്റ്റുഡൻറ്റിൻ്റെ പേരിൽ എന്തൊരു മിസ്റ്റേക്ക് വന്നു, മിസ്റ്റേക്ക് വന്നപ്പോൾ ഓഫീസ് സ്റ്റാഫിൻ്റെ അടുത്ത് പോയിട്ട് അവർ റിപ്പോർട്ട് ചെയ്തു, ഓഫീസ് സ്റ്റാഫിൻ്റെ കയ്യിലുള്ള കോപ്പിയിൽ അവർ അപ്ഡേറ്റ് ചെയ്തു. ആ സെയിം അപ്ഡേഷൻ ടീച്ചേഴ്സിൻ്റെ കയ്യിലും വരണമെങ്കിൽ നമ്മൾ മാനുവലായിട്ട് ചെയ്യണം. അപ്പോൾ ഇതിനൊരു ഇതില്ല, എന്താണ്, ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല ഇവർ തമ്മിൽ. പിന്നെ ഇൻകൺസിസ്റ്റൻസി വരെ. അപ്പോൾ മാർക്സ് എൻ്റർ ചെയ്യുമ്പം ഇപ്പോൾ ഓരോ ടീച്ചേഴ്സിനും സെപ്പറേറ്റ് കോപ്പി കൊടുക്കണമെന്ന് ഏരിയ. അപ്പോൾ ടോട്ടൽ മാർക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പം കുറേ കഴിയുമ്പോഴായിരിക്കും പറയുന്നത്, സാറേ ഞാൻ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തിരുന്നു, അപ്പോൾ ആ അസൈൻമെൻറ്റ് മാർക്ക് ഇട്ടില്ലായിരുന്നല്ലോ, അല്ലെങ്കിൽ എൻ്റെ എക്സാമിൻ്റെ മാർക്ക് കാൽക്കുലേഷനിൽ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ ആ ടീച്ചർ ആ മാർക്ക് അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ടോട്ടൽ മാർക്കിൽ ഇത് റിഫ്ലക്റ്റ് ആവണമെങ്കിൽ മറ്റേ ആളുടെ കോപ്പിയിലും ഇത് അപ്ഡേറ്റ് ആവണം. അങ്ങനെ ഇതിനെയാണ് ഈ ഇൻകൺസിസ്റ്റൻസി, റിഡൻഡൻസി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ മാനേജ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. ഈ കൺകറൻറ്റ് ആക്സസ് എന്ന് പറയുമ്പോൾ
ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ 2 ഡിഫറെൻറ്റ് കോപ്പീസ് കൊടുക്കുന്നില്ല, സെയിം കോപ്പിയാണ് ഓഫീസ് സ്റ്റാഫിനും ലെക്ചേഴ്സിനും കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ സെയിം കോപ്പി ആണെങ്കിൽ കൂടെ ഓഫീസ് സ്റ്റാഫ് ഈ ഫയൽ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതേ സമയത്ത് ടീച്ചേഴ്സിന് ഈ ഫയൽ ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഒരു ഫയൽ ഒരു സമയത്ത് ഒരാൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ അയാൾ സേവ് ചെയ്യുന്ന സമയത്ത് തന്നെ ടീച്ചറും സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഏത് ആദ്യം സേവ് ആവും, അല്ലെങ്കിൽ ഏത് ആദ്യം സേവ് ആക്കണം, ആദ്യം ഓഫീസ് സ്റ്റാഫിന് സേവ് ആക്കണോ? അപ്പോൾ ഓഫീസ് സ്റ്റാഫിന് സേവ് ആയതിനു ശേഷം ടീച്ചറിന് സേവ് ആയാലും ഓഫീസ് സ്റ്റാഫ് സേവ് ആയതിന് ഓവർ റൈറ്റ് ആവും. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. ഇതൊന്നും മാനേജ് ചെയ്യാൻ പറ്റില്ല. ഇനി എവറി യൂസർ വ്യൂസ് ആൻഡ് ആക്സസ് ഡാറ്റ ദ സെയിം വേ, സോ എസ്റ്റാബ്ലിഷിംഗ് സെക്യൂരിറ്റി ഈസ് നോട്ട് ഈസി. അപ്പോൾ എല്ലാവർക്കും എല്ലാം കാണാം ഫയൽ സിസ്റ്റം. ഫയൽ സിസ്റ്റത്തിൽ ഫയലിൻ്റെ സെപ്പറേറ്റ് ഫീൽഡ്സ് ഹൈഡ് ചെയ്യാനോ ഉള്ള മെക്കാനിസംസ് ഒന്നുമില്ല. അതായത് ഈ പ്രോഗ്രാംസ് എല്ലാം നമ്മൾ ഓരോ തവണ ആഡ് ചെയ്യുമ്പോഴും സെയിം ഫയൽ സിസ്റ്റമാണ് ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സെയിം ഫയൽ സിസ്റ്റം എപ്പോഴും അവിടെയുണ്ട് ഡാറ്റ. ഈ ഡാറ്റേനെ എല്ലാവരും കാണുന്ന ഒരേപോലെയാണ് ഈ ഫയൽസ് ആക്സസ് ചെയ്യുന്നത്. അപ്പം സെക്യൂരിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ അത് നമ്മൾ പ്രോഗ്രാം വഴി ചെയ്യണം, അതത്ര ഈസി അല്ല. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മൾ ഫയൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഡാറ്റ സ്റ്റോറേജിന് വേണ്ടിയിട്ട് ഓൾറെഡി ഉള്ള ഫയൽ സിസ്റ്റത്തെ യൂസ് ചെയ്യാതെ അതിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ജനറേറ്റ് ചെയ്യുക സ്റ്റോറേജ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട്. അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ ഡാറ്റാബേസ് എന്നുള്ള കൺസെപ്റ്റിലേക്കും ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നുള്ള കൺസെപ്റ്റിലേക്കും പോയത്. അപ്പം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ. അപ്പം ഞാനിവിടെ സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 ഫയൽസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസാണ് ഇതിൽ സേവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കോൺടാക്ട്സ് എന്ന് പറഞ്ഞൊരു ഫോൾഡറിൻ്റെ ഉള്ളിൽ ഓരോ ഫയലും ഓരോ സ്റ്റുഡൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ ഫയലിൻ്റെ ഉള്ളിൽ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ ഡിഫറെൻറ്റ് ഫീൽഡ്സ് കാണാം, നെയിം, ഫോൺ, ഇമെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഓരോ സ്റ്റുഡൻറ്റിനും ഓരോ സെപ്പറേറ്റ് ഫയൽ കൊടുക്കുന്നു, ആ ഫയലിൻ്റെ ഉള്ളിൽ അവരുടെ ഡീറ്റെയിൽസ് സേവ് ചെയ്യുന്നു. ഇതൊരു മെത്തേഡ്. വേറെ മെത്തേഡ്, ഒരു ഫയൽ, സിംഗിൾ ഫയൽ contacts.txt എന്ന് പറഞ്ഞ ഫയൽ എൻ്റർ ചെയ്യുക. അതിൽ സെപ്പറേറ്റ് ഫീൽഡ്സ് ഓരോ ലൈൻസും ഓരോ സ്റ്റുഡൻറ്റിന് കൊടുക്കുക. അപ്പോൾ അതിൽ ആദ്യത്തെ ഫീൽഡ് നെയിം ആയിരിക്കും, രണ്ടാമത്തെ ഫീൽഡ് ഫോൺ നമ്പർ, മൂന്നാമത്തെ ഫീൽഡ് ഇമെയിൽ. ഈ സെയിം ഡാറ്റ തന്നെയാണ് സെപ്പറേറ്റ് ഫയൽസ് യൂസ് ചെയ്യുന്ന പകരം സിംഗിൾ ഫയൽ യൂസ് ചെയ്തു. ഓരോ ലൈനും ഓരോ സ്റ്റുഡൻറ്റിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു. ആ ഓരോ ലൈനിലുമുള്ള ഫീൽഡ്സിനെ നമ്മൾ കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്തു. ഇതിന് നമ്മൾ കോമ സെപ്പറേറ്റഡ് വാല്യൂസ് എന്നാണ് പറയുക, CSV ഫയൽ എന്ന് പറയും. അപ്പോൾ CSV ഫയലും നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളിപ്പം ഉദാഹരണം നിങ്ങൾ ഫോൺ എടുത്തിട്ട് നിങ്ങളുടെ കോൺടാക്ട്സ് എക്സ്പോർട്ട് ചെയ്യാൻ നേരത്തെ നിങ്ങൾക്ക് ചോദിക്കും ഏത് ഫോർമാറ്റിൽ എക്സ്പോർട്ട് ചെയ്യണം, CSV ഫയലിലേക്ക് എക്സ്പോർട്ട് ചെയ്യണോ നിങ്ങൾക്ക് ചോദിക്കും. അപ്പം CSV ഫയൽ എന്ന് പറഞ്ഞാൽ എത്ര ഉള്ളൂ, കോമ സെപ്പറേറ്റഡ് വാല്യൂസ്. ഒരു ഫയലിൽ തന്നെ ഡിഫറെൻറ്റ് വാല്യൂസ് കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്യുക. ഓരോ ലൈനും ഒരു എൻറ്റിറ്റീനെ റെപ്രസെൻറ്റ് ചെയ്യുക.